Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 88/2025 വിമൻ സിപിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് ആണ്. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. അടുത്ത പിന്നെയുള്ള 30 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡെയിലി ബൂസ്റ്റർ ആയിട്ട് നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് മലയാളം മാത്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജൂൺ 20 എക്സാമിന് മുമ്പ് നമ്മുടെ ഡെയിലി ബൂസ്റ്ററിൽ ഏകദേശം ഒരു 74ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്സ് ആയിട്ട്. അതിൽ നിങ്ങൾ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ തുടക്കം മുതലേ ഒരു 10-30 ക്ലാസ് എങ്കിലും ഒന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളം മാത്സിൽ നിന്ന് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയം ദേശീയ താല്പര്യത്തിന് വേണ്ടി യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് അംഗീകാരം നൽകേണ്ടത് ഡാഷ് ആണ്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തതാണ്. 26ഉം 27ഉം ക്യാൻസൽ ചെയ്താണ്. അതായത് ഇവിടെ അംഗീകാരം നൽകേണ്ടത് നല്ലായിരുന്നു വരേണ്ടത്. ആദ്യം അവതരിപ്പിക്കേണ്ടത് രാജ്യസഭയിലാണ്. ഓക്കെ, അപ്പൊ എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യണം? യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് ആദ്യം ആ ഒരു പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് എന്താണെന്നാണ് ചോദ്യം വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് രാജ്യസഭയാണ്. അതായത് ആർട്ടിക്കിൾ 249 പ്രകാരമാണ് ഈ ഒരു എന്താ നടക്കുന്നത്? സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിനെ മാറ്റുന്നത്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 312 പ്രകാരം എന്താണ്? അഖിലേന്ത്യാ സർവീസ് ഉണ്ടല്ലോ, ഓൾ ഇന്ത്യ സർവീസിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചേർക്കണമെങ്കിലും ഇതേപോലെ തന്നെ എന്താണ്? പുതിയ പ്രമേയം പാസ്സാക്കേണ്ടതും ആദ്യം പാസ്സാക്കേണ്ടതും അല്ലെങ്കിൽ ആദ്യം അവതരിപ്പിക്കേണ്ടതും എവിടെയാണ്? രാജ്യസഭയിലാണ്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്? PSC ക്യാൻസൽ ചെയ്തതാണ്. നെക്സ്റ്റ് നോക്കാം. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്? February 2 ആണ് അല്ലെ ലോക തണ്ണീർത്തട ദിനം. February 2 എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് ആണ്. റംസാർ ഉടമ്പടി ഏത് വർഷമാണ്? 1971 February 2 ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തുള്ള റംസാർ നഗരത്തിൽ വെച്ച് ലോകരാഷ്ട്രങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒപ്പുവെക്കുന്നുണ്ട്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പറയുന്ന February 2 എന്ന് പറയുന്നത് എന്തായിട്ട്? തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ തണ്ണീർത്തടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയാണ്? അഷ്ടമുടി കായൽ അല്ലെ, അഷ്ടമുടിയുണ്ട്. അതേപോലെ തന്നെ ശാസ്താംകോട്ടയുണ്ട്. പിന്നെ എന്താണ്? വേമ്പനാട്ട് കായൽ. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഓക്കെ ആണല്ലോ. മാർച്ച് 22ന്റെ പ്രത്യേകത എന്താണ്? മാർച്ച് 22 അത് ലോക ജലദിനം. നമ്മൾ പഠിക്കുന്നില്ലേ വനജയുടെ കാലിൽ ക്ഷയം എന്നാണ്. 21, 22, 23, 24 എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. 21 എന്താണ്? വനദിനം. ഇതെന്താണ്? 22 എന്ന് പറയുന്നത് എന്താണ്? ജലം. ഓക്കെ, ലോക ജലദിനമാണ്. ഇനി 23 എന്ന് പറയുന്നത് കാലാവസ്ഥയാണ്. 24 എന്ന് പറയുന്നത് ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. വനജയുടെ കാലിൽ ക്ഷയം അങ്ങനെ തന്നെയാ പഠിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് നോക്കാം. സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷനുകളെ സംബന്ധിച്ച് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് ഏതാണെന്നുള്ളത്. കേരള പഞ്ചായത്ത് രാജ് 94 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 186 ആണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷനിലാണ് എന്ത് വരുന്നത്? 94 കേരള പഞ്ചായത്ത് രാജ് നിയമം 186 ശരിയാണ്. ഓക്കെ, പിന്നെ എന്താണ് വരേണ്ടത്? 94 കേരള മുനിസിപ്പാലിറ്റി നിയമം അതും നമ്മൾ പഠിക്കുന്നുണ്ട്. 94 ആക്ട് വരുന്നത് സെക്ഷൻ 205 ആണെന്ന് കൂടി പഠിച്ചു വെച്ചിരിക്കുക. 94 കേരള പഞ്ചായത്ത് രാജ് നിയമം സെക്ഷൻ 183. കണ്ടോ, ഇത് തെറ്റാണ്. എന്തായാലും ഇത് രണ്ടും കൂടി വരില്ല അല്ലെ. 1ഉം 3ഉം കൂടി എന്തായാലും ആൻസർ വരില്ല. ഒന്നുകിൽ സെക്ഷൻ 186 അല്ലെങ്കിൽ 183 ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ പഠിച്ചു വെച്ചോ. എന്താണ് ഈ പറയുന്ന 186 എന്ത് പറയുന്നത്? ഗ്രാമപഞ്ചായത്തുകൾക്കായുള്ള ധനകാര്യ കമ്മീഷന്റെ രൂപീകരണത്തെ പറ്റി പറയുന്നത് സെക്ഷൻ 186 സെക്ഷൻ 205 എന്ത് പറയുന്നത്? നഗരസഭകൾക്കായുള്ള ധനകാര്യ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ വരേണ്ടത് 1ഉം 2ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം പഠിച്ചു വെച്ചു. 2007 മെയ് 4 കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത്. ഓക്കെ ആണല്ലോ. എന്താണ്? കേരള
സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എങ്ങനെയാണ് പറയുന്നത്? കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്നാണ് 2007 മെയ് 4 എന്ത് വരുന്നത്? ഈ നിയമം നിലവിൽ വരുന്നത്, കേരളത്തിലെ ആ അതോറിറ്റി വരുന്നത്. 2005 കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു? 2005 കേന്ദ്രത്തിൽ ഈ നിയമം എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. ഓക്കെ, ആ ഒരു ആക്ട് പ്രകാരമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും അതോറിറ്റികൾ രൂപം കൊള്ളുന്നത്. അങ്ങനെയാണ് കേരളത്തില് 2007 മെയ് 4 പഠിച്ചു വെച്ചു. ഏത് പ്രകാരം? 2005 പ്രകാരം. ഓക്കെ, ഇനി ആരായിരിക്കും അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണ് അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിലവിൽ അധ്യക്ഷൻ ആരാ? കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിലവിലെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? ആരാണ്? VD സതീശൻ. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരിക്കും? കേരള മുഖ്യമന്ത്രിയാണ്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കും? വൈസ് ചെയർമാൻ നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കും. റവന്യൂ വകുപ്പ് മന്ത്രിയാണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ പറയുന്ന ജില്ലാ തലത്തിലും വരുന്നുണ്ട്. ജില്ലാ തലത്തിലാണെങ്കിൽ അതിന്റെ ചെയർമാൻ ആരായിരിക്കും? കളക്ടർ ആയിരിക്കും. അതായത് നാഷണൽ തലത്തിലാണെങ്കിൽ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണെങ്കിൽ അവിടെ പ്രധാനമന്ത്രിയും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണെങ്കിൽ അവിടെ ചീഫ് മിനിസ്റ്ററും, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആണെങ്കിൽ അവിടെ ആരായിരിക്കും? ജില്ലാ കളക്ടറുമായിരിക്കും ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ ദുരന്ത നിവാരണ അതോറിറ്റി 2007 മെയ് 4 അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണെന്നും കൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? കേരള പഞ്ചായത്ത് രാജ് ആക്ട് വരുന്നത് 94 ഏപ്രിൽ 23 പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, ദേശീയ തലത്തിലാണെങ്കിൽ എന്നാണ്? അത് 1993 ഏപ്രിൽ 24 ഏപ്രിൽ 24 എന്ത് വരുന്നത്? ദേശീയ തലത്തില് പഞ്ചായത്ത് രാജ് നിയമം വരുന്നത്. ഏത് അമെൻമെന്റ്? 73ാം ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഏപ്രിൽ 24 എന്തായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹീമോഗ്ലോബിൻ, ഹീമോസോയിൽ, ഹീമോസീൽ, ഹീമോഫീലിയ. എന്താണ് ഇത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് SCERT ഫാക്ട് ആണ് കേട്ടോ. വ്യക്തമായിട്ട് SCERT പറയുന്ന ഒരു ഫാക്ട് ആണ്. അത് ഹീമോസോയിൽ ആണ്. ഓക്കെ, അപ്പൊ അതിനുള്ള കാരണം എന്താണ്? ഹീമോസോയിൻ. അത് എന്താണ്? ഹീമോസോയിൽ അല്ല, ശരിക്കും ഹീമോസോയിൻ ആണ്. അതൊരു വിഷവസ്തുവാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്കറിയാം മലമ്പനിയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവ അല്ലെ? മലമ്പനി പരത്തുന്നത് എന്താണ്? പ്രോട്ടോസോവയാണ്. അതിന്റെ പേരെന്താണ്? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് പരത്തുന്നത്. അതേപോലെ തന്നെ അത് പരത്തുന്ന കൊതുക് ഏതാണ്? അനോഫിലസ് എന്ന പെൺകൊതുകുകളാണ് എന്ത് പരത്തുന്നത്? മലമ്പനി പടർത്തുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ഹീമോസോയിൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തില് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബ്ലഡിലേക്ക് എത്തിച്ചേർന്നിട്ട് എന്താണ്? ധാരാളമായിട്ട് അവ പൊട്ടിപ്പുറപ്പെടുകയും അത് നമ്മുടെ രക്തത്തിൽ കലർന്നിട്ട് അത് വിഷവസ്തുവായിട്ട് മാറും. അതാണ് ഹീമോസോയിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്താണ് ഇടവിട്ട ദിവസങ്ങളിൽ പനിയൊക്കെ വരുന്നത്. അപ്പൊ എന്താണ് ഹീമോഗ്ലോബിൻ? അല്ലെ, നമുക്കറിയാം രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് എന്താ? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഫീലിയ എന്ന് പറയുന്നത് എന്താണ്? ഹീമോഫീലിയ അതായത് മുറിവുണ്ടായാൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ അല്ലെ, ജനിതക രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഹീമോസീൽ എന്ന് പറഞ്ഞാൽ? സീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന നമ്മുടെ ഷഡ്പദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അകത്തുള്ള രക്തം നിറഞ്ഞ അറകളെ പറയുന്ന പേരാണ് സീല്. എന്താണ്? ഹീമോഗ്ലോബിൻ സീൽ ചെയ്ത് വെച്ചേക്കുക, അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. രക്തം നിറഞ്ഞ അറകളെ സീൽ ചെയ്ത് വെച്ചു, അപ്പൊ അറകളാണ്. അപ്പൊ എല്ലാം മനസ്സിലായല്ലോ എന്തൊക്കെയാണ്? ഹീമോസോയിൻ ആണ് ആ ഒരു മലമ്പനിക്ക് കാരണമാകുന്ന ആ ഒരു എന്താണ് ആ ഒരു റീസൺ. മലമ്പനിക്ക് അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പനി വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഹീമോസോയിൻ ആണ്. നെക്സ്റ്റ് നോക്കാം. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? എലിസ ടെസ്റ്റ്. പഠിച്ചു വെച്ചു. എലിസ ടെസ്റ്റ് എന്താണ്? HIV വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ?
ബയോപ്സി എന്താണ്? അത് ക്യാൻസർ നിർണയമാണ് ബയോപ്സി എന്ന് പറയുന്നത്. പാപ് ടെസ്റ്റ് അഥവാ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകളിലെ ഗർഭാശയകള ക്യാൻസറിന് അറിയാനാണ് എന്ത് വരുന്നത്? പാപ് ടെസ്റ്റ് അഥവാ പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. വൈഡൽ ടെസ്റ്റ്, വൈഡൽ എന്ന് പറയുമ്പോൾ എന്ത് ടെസ്റ്റ് ആണത്? ടൈഫോയിഡ് സ്ഥിരീകരിക്കാനാണ് വൈഡൽ ടെസ്റ്റ് വരുന്നത്. ഓക്കെ, HIV ക്കാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നതും HIV തന്നെയാണ്. അപ്പൊ HIV, എലിസ അതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കട്ടാ. എലിസ എങ്ങനെ വേണമെങ്കിലും കയറി ചോദിക്കാം. എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ എസ്സേ എന്നാണ്. ഇമ്മ്യൂണോസോർബൻ എസ്സേ അതാണ് എന്തെന്ന് പറയുന്നത്? എലിസയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. HIV ഫുൾ ഫോം എന്താണ്? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോ ഗ്ലോബുലിൻ ഏതാണ്? ഇത് കുറച്ച് നാളായിട്ട് പരീക്ഷകൾ ഇങ്ങനെ കറങ്ങി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓർത്ത് വെക്കുക, കുഞ്ഞുങ്ങൾക്ക് ആദ്യം നമ്മൾ എന്താണ് ഇംഗ്ലീഷ് അക്ഷരമാല ALA പഠിപ്പിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? IgA ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇമ്മ്യൂണോ ഗ്ലോബുലിൻ A അതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രതിരോധ ശേഷി നന്നായിട്ട് കിട്ടാനാണ് ഈ പറയുന്ന IgA വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താ ബാക്കിയുള്ളതും കൂടി നമുക്ക് നോക്കിയാലോ. IgEയും Gയും Mഉം ഒക്കെ ഉണ്ടല്ലേ. നമുക്ക് ഈ G എന്ന് പറഞ്ഞാൽ എന്താണ്? G ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമുക്ക് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് നമ്മുടെ പ്ലസന്റ് ഉണ്ടല്ലോ, മറുപിള്ള, നമ്മുടെ കുഞ്ഞിന്റെ പ്ലസന്റ, ആ പ്ലസന്റ് വഴി ഗർഭസ്ഥ ശിശുവിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരേ ഒരു ആന്റിബോഡി ഏതെന്ന് ചോദിച്ചാൽ അത് പഠിച്ചു വെച്ചേക്ക്. അത് IG ഇമ്മ്യൂണോ ഗ്ലോബുലിൻ G ആണെന്നുള്ളത്. ഓക്കെ ആണല്ലോ. ഒന്ന് പഠിച്ചു വെക്കേണ്ടത് പോയിന്റ് ആണ് IgG എന്ന് പറയുന്നത്. അപ്പൊ IgAയും IgGയും എന്താണ്? കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തിരിക്കുക. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ഇൻസുലിനും ഗ്ലൂക്കഗോണും നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് കൂടുമ്പോൾ മറ്റേത് എന്ത് ചെയ്യുന്നുണ്ട്? കുറക്കുന്നു. ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ ആഹാരത്തിന് നമ്മുടെ മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ആ ഒരു കോശ സമൂഹത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിർമ്മിക്കുന്നത്. ഓക്കെ, ബീറ്റ കോശങ്ങളുമുണ്ട്, എന്താണ്? ബീറ്റയും ഉണ്ട്, അതേപോലെ തന്നെ ആൽഫയും ഉണ്ട്. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റ കോശങ്ങളാണ്. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്ത്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് ആൽഫ കോശങ്ങളാണ്. ഓക്കെ, ഇത് ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കുന്നു, മറ്റേത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോസ് കുറയുമ്പോൾ, അതായത് ഈ ആൽഫ കോശങ്ങൾ എന്ത് ചെയ്യും? ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ അത് എന്ത് പറ്റും? കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി രക്തത്തിലേക്ക് വിടും. അങ്ങനെ എന്ത് ചെയ്യും? ഈ പറയുന്ന ഗ്ലൂക്കോസിന്റെ അളവ് ശരീരത്തിൽ കൂട്ടുന്നതിന്റെ ധർമ്മമാണ് ഗ്ലൂക്കഗോൺ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇൻസുലിൻ എന്തായിരിക്കും? രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കൂടി നിൽക്കുമ്പോൾ അത് എന്ത് സംഭവിക്കും? ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയിട്ട് കരള് നമ്മുടെ ലിവറിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് സംഭരിച്ചു വെക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് കുറയും. അപ്പൊ അതാണ് ഇൻസുലിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ എന്താന്നുള്ളത്? ബീറ്റ കോശങ്ങളുമുണ്ട്, ആൽഫ കോശങ്ങളുമുണ്ട്. ഓക്കെ, അതെന്താ ചെയ്യുന്നത്? ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. ശരീരത്തിലെ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ആ അധികമായി വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റിയിട്ട് കരളിൽ സംഭരിച്ച് ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കും. ഇനി ആൽഫ കോശങ്ങളിലെ ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? ബ്ലഡിൽ പെട്ടെന്ന് ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാൽ നമ്മുടെ കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? ഗ്ലൈക്കോജൻ ആക്കി സംഭരിച്ചു വെച്ചിട്ടില്ലേ, ആ ഗ്ലൈക്കോജൻ എടുത്തിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റി വീണ്ടും ബ്ലഡിലോട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് ആ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? HPV വാക്സിൻ. പഠിച്ചു വെക്കണേ. ഇത് നമ്മുടെ ടെക്സ്റ്റില് SCERT ടെക്സ്റ്റിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ വെച്ച് തന്നെ പഠിക്കുന്നുണ്ട് ഏതൊക്കെയാണെന്നുള്ള. 7ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ മറ്റോ ആണ്. SCERT നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തതാണ്. ആ ഒരു മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ HPV എന്ന് പറഞ്ഞാൽ എന്താണ്? HPV ഹ്യൂമൻ പാപ്പിലോ വൈറസ് വാക്സിൻ ആണ്. ഹ്യൂമൻ പാപ്പിലോ വൈറസ് വാക്സിൻ ആണ്. അതായത് ക്യാൻസറിനെ പ്രതിരോധിക്കാനാണ്.
ഓക്കെ, അതായത് നമ്മുടെ ഗർഭാശയകളെ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ആണ് HPV എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, അതിനാണ് 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു വാക്സിൻ എടുക്കുന്നത്. ഓക്കെ, HIV എന്തിനാണ്? HIV എന്ന് പറയുന്ന കുട്ടികളിലെ മെനിഞ്ചസ് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ ആണല്ലോ. IPV എന്താണ്? ഇതാണ് ആൻസർ കേട്ടോ. IPV എന്ന് പറഞ്ഞാൽ എന്താണ്? IPV പോളിയോ വാക്സിൻ ആണ്. ഇനാക്ടിവേറ്റഡ് പോളിയോ, അതായത് നമ്മുടെ പോളിയോ രോഗത്തിനെതിരെയാണ് IPV വരുന്നത്. പോളിയോ. റോട്ടാ വൈറസ് എന്ന് പറഞ്ഞ കുട്ടികളില് വയറിളക്കത്തിന് വേണ്ടിയിട്ടുള്ള വൈറസ് എന്താണ്, വാക്സിൻ ആണ് വയറിളക്കം. ഇപ്പൊ എല്ലായിടത്തും കൊടുത്തു വരുന്നുണ്ട്. നേരത്തെ ഗവൺമെന്റിൽ എന്തുണ്ടായിരുന്നില്ല? ഈ റോട്ടാ വൈറസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഗവൺമെന്റിലും ഈ റോട്ടാ വൈറസ് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നോക്കാം. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്. ഈ പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, എന്താണ്, ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി, പാൻജിയോ ബുജിയ, എനിഗ്മ ചന്ന കൊല്ലം. കണ്ട, ഈ പേര് തന്നെ ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് അല്ലെ. ഈ പേരുകളാണ് എന്താണിത്? ഭൂഗർഭ മീനുകളാണ്. ഭൂഗർഭ മീനുകൾ, അതായത് നമ്മുടെ ഭൂഗർഭ മീനുകളാണ് കേട്ടോ എല്ലാം. അതായത് എന്താണ്, ഫസ്റ്റ് വൺ വരുന്ന ഏതാണ്? ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി എന്ന് പറയുന്നത്. ഇത് ഭൂഗർഭ ജലത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ്. ഹൊറാഗ്ലാനിസ് അബ്ദുൽ കലാമി എന്ന് പറയുന്ന എന്താണ്, നമ്മുടെ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ പേരിൽ അറിയപ്പെടുന്നതാണിത്. അന്ധനാണ് ഈ മത്സ്യം എന്ന് പറയുന്നത്. പാൻജിയോ ബുജിയ അത് എവിടെയാണ്? കോഴിക്കോട് കിണറ്റിൽ നിന്നാണ് ഈ ഒരു മത്സ്യത്തിനെ കിട്ടുന്നത്. അതും എന്താണ്, ഈ പറയുന്ന അതിന്റെ ഒരു മത്സ്യത്തിന്റെ ആ ഒരു ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ബുജിയ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ട്, ഗുജറാത്തി ഫുഡ്, സ്വീറ്റ്സ്. അതുമായിട്ട് അങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. പിന്നെ ഏതാണ്? എനിഗ്മ ചന്ന കൊല്ലം. അതും എന്താണ്, ഈ പറയുന്ന ഏതോ ഒരു മൂവി ക്യാരക്ടറുമായിട്ട്, കൊല്ലം അങ്ങനെ എന്തോ ഒരു മൂവി ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതിനും പേര് വന്നത്. ഇതും മലപ്പുറത്തുള്ള ഒരു കിണറ്റിൽ നിന്നാണ്. അപ്പൊ എന്താണ്? ABCD ഇതെല്ലാം എന്താണ്? മീനുകൾ, കേരളത്തിലെ ഭൂഗർഭ മീനുകളാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഷാജി, കലാമി, ബുജിയ, കൊല്ലം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലെ വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ്. ഓക്കെ ആണല്ലോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, വെള്ളം ഇങ്ങനെ വരുവാണ് അല്ലെ. ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൂടിയാണ് ഇതിങ്ങനെ വെള്ളം വരുവാണ്, വെള്ളച്ചാട്ടം. ഈ വെള്ളത്തിന് താപനില കുറവായിരിക്കും, ഈ വെള്ളത്തിന് താപനില കൂടുതലായിരിക്കും താഴെയുള്ള വെള്ളത്തിന്. എന്തായിരിക്കും റീസൺ? കാരണം നമുക്കറിയാം ഇവിടം വരെ വെള്ളം ഇങ്ങനെ ഇങ്ങനെ കിടക്കുവാണ്. ഇതിന് പെട്ടെന്നൊരു മൂവ്മെന്റ് വരുവാണ്. അതായത് അവിടെ എന്താണ്, അവിടെ പെട്ടെന്ന് അതിനൊരു ഗതികോർജമാണ് അവിടെ ഉണ്ടാകുന്നത് അല്ലെ. ഒരു ചലനം സംഭവിക്കുകയാണ്, ഗതികോർജം വരുവാണ്. ഗതികോർജം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന എന്താണ് മാറുന്നത്? സ്ഥിതികോർജം ഗതികോർജമായിട്ട് മാറുമ്പോൾ അവിടെ വരുന്ന ആ ഊർജം എന്തായിട്ട് മാറുന്നു? താപമായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ ചൂട് വളരെ കൂടുതലാകുന്നത്. ഓക്കെ, അപ്പൊ വളരെ കൂടുതൽ നല്ല, മുകളിലത്തെ അപേക്ഷിച്ച് താഴെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ എന്താണ്? വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ്. അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. മർദ്ദം കുറഞ്ഞാൽ എന്ത് പറയുന്നു? എന്താ സംഭവിക്കുന്നത്? മർദ്ദം കുറഞ്ഞാലും അത് എന്ത് സംഭവിക്കും? കുറഞ്ഞ താപനിലയിൽ തിളക്കും. ഓക്കെ, മർദ്ദം കുറച്ചു കഴിഞ്ഞാൽ അവിടെ കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കും. അപ്പൊ അന്തരീക്ഷ മർദ്ദത്തിൽ എത്രയാണ്? 100 ഡിഗ്രി. അവിടെ മർദ്ദം കുറയ്ക്കുന്നതനുസരിച്ചിട്ട് അവിടെ കുറഞ്ഞ താപനിലയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വെള്ളം തിളക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഈ പറയുന്ന മർദ്ദത്തിന്റെ, അതായത് അന്തരീക്ഷ മർദ്ദവും അല്ലെങ്കിൽ തിളനിലയും അതേപോലെ തന്നെ മർദ്ദവും തമ്മിൽ എന്താണ്? ഡയറക്റ്റ് കണക്ഷൻ ആണ്. മർദ്ദം കുറയുമ്പോൾ എന്ത് പറ്റും? തിളനിലയും കുറയും. രണ്ടും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറയുന്നത് എന്താണ്? ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടുന്നതിനെയാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രഷർ കുക്കറില്ലേ, പ്രഷർ കുക്കറിന്റെ അകത്ത് പ്രഷർ കുക്കറിൽ നമ്മൾ ഫുഡ് വേവിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് വേഗം കാരണം എന്താ? പ്രഷർ കുക്കറിനകത്ത് മർദ്ദം എന്താണ്? വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അവിടെ 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് പറ്റില്ല? വെള്ളം തിളക്കില്ല. അവിടെ വെള്ളം തിളക്കണമെങ്കിൽ ഏകദേശം 120 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വേണം. ആ ടെമ്പറേച്ചർ അവിടെ വളരെ കൂടുതലായിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഫുഡ് ഐറ്റംസ് പെട്ടെന്ന് പാകമാകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? മർദ്ദം അവിടെ കൂടുന്നതനുസരിച്ചിട്ട് തിളനിലയും അവിടെ കൂടും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മർദ്ദം കുറഞ്ഞാൽ കുറഞ്ഞ താപനിലയിൽ തിളക്കുന്നു. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ പ്രകാശത്തിന്റെ സ്വഭാവം അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിവുണ്ട്. ശരിയാണ്. വേഗതയുണ്ട്. പ്രകാശത്തിന്റെ വേഗത നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ. അതേപോലെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ സൗണ്ടിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്താണ് നമ്മുടെ ബഹിരാകാശത്തൊക്കെ പോകുന്നവർക്ക് സംസാരിക്കുമ്പോൾ അവർ എന്താണ് തൊട്ടടുത്ത് സംസാരിച്ചാൽ പോലും കേൾക്കാൻ പറ്റാത്തത് അവിടെ ഒരു മാധ്യമം ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്നുള്ളത് ഇവിടെ തെറ്റാണ്. കാര്യം പ്രകാശത്തിന് സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണ്ട? മാധ്യമം ആവശ്യമില്ല. ഓക്കെ. അതേപോലെ തന്നെ അതിന് എന്താണ് പറയുന്ന ഊർജത്തെ വഹിച്ചു കൊണ്ടുപോകാനും എന്ത് ചെയ്യുന്നുണ്ട്? കഴിയുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർഷിപ്പ് ഏതായിരിക്കും? സ്റ്റാർഷിപ്പ് പേടകം സ്പേസ് എക്സ്, നാസ, DRDO, സ്കൈറൂട്ട് എയ്റോസ്പേസ് ഏതാണ്? അത് സ്പേസ് എക്സിന്റേതാണ് സ്റ്റാർഷിപ്പ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോ. നമ്മുടെ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ കമ്പനിയാണ് എന്ത്? സ്പേസ് എക്സ് എന്ന് പറയുന്നത്. അല്ലെ? ഇപ്പം ഇലോൺ മസ്കിന്റെ ഏറ്റവും കറണ്ട് അഫയർ എന്തായിരുന്നു? ട്രില്യണർ ആയില്ലേ? ട്രില്യണർ ആയിട്ട് മാറാൻ പോവുകയാണ് അദ്ദേഹം. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ. അതായത് നമ്മൾ ബില്യണർ മില്യണർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ട്രില്യണർ ആകാൻ പോവുകയാണ് ആര്? നമ്മുടെ ഇലോൺ മസ്ക്. അദ്ദേഹത്തിന്റെ സമ്പത്ത് അത്രയ്ക്ക് വലുതാണ്. അപ്പൊ അദ്ദേഹത്തിന്റേതാണ് എന്തെന്ന് പറയുന്നത്? സ്പേസ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. സോഡിയം കാർബണേറ്റ് ലായനിയുടെ pH മൂല്യം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയായിരിക്കും pH മൂല്യം വരേണ്ടത്? 0.7, 7ന് മുകളിൽ, 7ന് താഴെ, അങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. സോഡിയം കാർബണേറ്റ് അതെന്താണ്? അലക്കുകാരം. സോഡിയം കാർബണേറ്റ് അലക്കുകാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ചെയ്തിരുന്നു അല്ലെ? അലക്കുകാരം സോഡിയം കാർബണേറ്റ് അലക്കുകാരമാണ്. അതേപോലെ സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡ, ബേക്ക് ചെയ്യാൻ ബൈകാർബണേറ്റ്, അലക്കാൻ കാർബണേറ്റ്. ഓക്കെ. അതെന്താണ്? സോഡിയം കാർബണേറ്റ്. ഇങ്ങനെയാണ് പറയുന്നത്. അതിന്റെ pH സ്കെയിൽ നമ്മൾ പറയുന്നത്, pH സ്കെയിലിൽ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. 7നേക്കാൾ താഴെയാണെങ്കിൽ അത് അസിഡിക് നേച്ചറും 7നേക്കാൾ മുകളിലാണെങ്കിൽ അത് ആൽക്കലി നേച്ചറുമാണ്. ഓക്കെ. അപ്പൊ എന്തായിരിക്കും? സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഒരു ആൽക്കലി ആണ്. സോ അത് 7ന് മുകളിലായിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ആറ്റോമിക സംഖ്യ 23 മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആറ്റോമിക നമ്പർ 23 എന്ന് പറയുന്നത് നമ്മൾ വനേഡിയം ആണ്. നമുക്ക് അറിയണമെന്നൊന്നുമില്ല. 23 എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതിന് എന്ത് ചെയ്യണം? അതിന്റെ ഇലക്ട്രോണിക് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെയാണ്? 1s2 എസിൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. 2s2 എസിൽ വീണ്ടും 2 ചെയ്തു. 2s 1s 2s 2p വരും. അങ്ങനെയല്ലേ പോകേണ്ടത്? അപ്പൊ അടുത്ത ഏതാണ് വരേണ്ടത്? നമുക്ക് 2s കഴിഞ്ഞാൽ 2p എത്ര വേണം? pയിൽ 6 ഇലക്ട്രോൺസ് ആണ് pയിൽ ഫിൽ ആവുന്നത്. അതും കഴിഞ്ഞു. ഇനി എത്രയാണ്? 3യിൽ 3s2. ഓക്കെ. ഇവിടെ 6 4 10, 10 2 12 ആയി. ഇനി എന്താണ്? 3p അല്ലെ? 3p6 വന്നു. ഓക്കെ. നെക്സ്റ്റ് d ആണ് വരേണ്ടത്. പക്ഷെ നമുക്കറിയാം 1 ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇങ്ങനെ അത് എഴുതുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഒരു മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അപ്പൊ പി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫില്ല് ചെയ്യേണ്ടത് 4s ആണ്. അതിനുശേഷമാണ് 3d ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ. ബാക്കി വരുന്നത് നോക്കിക്കേ. 2 4 10 12 18 20 ആയി. 23 അല്ല, ഇനി ഒരു 3 കൂടിയേ ഡിയിൽ വരാനുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോണുകൾ നിറഞ്ഞത് എവിടെയാണ്? ഡി സബ്ഷെല്ലിലാണ്. സോ അത് ഏത് ബ്ലോക്ക് ആയിരിക്കും? അത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ഈ ഡി ബ്ലോക്ക് എലമെന്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ്. ഓക്കെ. അതേപോലെ ഡി ബ്ലോക്കിലെ എല്ലാ എലമെന്റ്സും എന്തായിരിക്കും? ലോഹങ്ങളായിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 90 ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട്? എത്ര മോൾ? മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്? നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് n. നമ്പർ ഓഫ് മോൾ n എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന മാസ് എത്രയാണോ ഡിവൈഡഡ് ബൈ മോളാർ മാസ് എത്രയാണോ അത് ചെയ്യുക.
തന്നിരിക്കുന്ന മാസം എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 90 ഗ്രാം ജലം. ഇത് 90 മാസം എന്ന് പറയുന്നത്. മോളാർ മാസം എന്ന് പറയുന്നത് ജലമാണല്ലോ. ജലം എന്ന് പറയുന്നത് H2O ആണ്. ഹൈഡ്രജന്റെ എന്താണ് ആറ്റോമിക മാസം എന്ന് പറയുന്നത് 1 ഓക്സിജന്റെ ആറ്റോമിക മാസം എന്ന് പറയുന്നത് 16 സോ ഹൈഡ്രജൻ ഇവിടെ എന്താണ്? H2O. ഹൈഡ്രജൻ 2 എണ്ണമുണ്ട്, ഓക്സിജൻ 1 എണ്ണമുണ്ട്. സോ 2 + 16 8 സോറി 18 ഇവിടുത്തെ അതിന്റെ എന്തെന്ന് പറയുന്നത്? മോളാർ മാസം എന്ന് പറയുന്നത് H2O മാസം, മോളാർ മാസം എന്ന് പറയുന്നത് 18 അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 90/18 എത്രയാണ്? 5 മോൾ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജലത്തില് 90 ഗ്രാം ജലത്തിൽ അടങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം. ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം പഠിച്ചു വെച്ചു. അത് ഏതാണ്? നിക്രോം ആണ്. നിക്രോം. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ നിക്രോം ഉപയോഗിക്കാൻ കാരണം? ഉയർന്ന റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അവിടെ കൂടി വൈദ്യുതി കടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? മൊത്തം തടസ്സങ്ങളാണ്. വൈദ്യുതി ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇവിടെ ഉന്തിത്തള്ളി വേണം വൈദ്യുതിക്ക് പോകാൻ. റെസിസ്റ്റൻസ് പ്രതിരോധം വളരെ കൂടുതലാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? താപം ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഹൈ എന്താണ്? മെൽറ്റിംഗ് പോയിന്റ്. ചെറിയ ചൂടിലൊന്നും അത് എന്താവില്ല, മെൽറ്റ് ആയി പോവില്ല. അതുകൊണ്ട് എന്ത് വേണം? നല്ല മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും എന്താവില്ല, മെൽറ്റ് ആവാത്തത് കൊണ്ട് നിക്രോം ഉപയോഗിക്കുന്നുണ്ട്. നിക്രോം എന്തൊക്കെയാണ്? നിക്രോമിലെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നിക്രോം ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. എന്തൊക്കെയാണ്? നിക്കലുണ്ട്, ക്രോമിയം ഉണ്ട്. നിക്കല്, ക്രോമിയം. പിന്നെ കോമൺ ആയിട്ടുള്ളത് അയൺ ഉണ്ട്, അതേപോലെ തന്നെ കാർബൺ ഉണ്ട്. പഠിച്ചു വെക്കണം കേട്ടോ. നിക്കൽ, ക്രോമിയം, അയൺ, കാർബൺ ആണ്. ഓക്കെ, എന്താണ് അൽനിക്കോ എന്ന് പറഞ്ഞാൽ? അൽനിക്കോ എന്താണ്? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ ഒന്നും കൂടി ഉണ്ട് ഇരുമ്പ്. ഇവയാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. എന്താണത്? അൽനിക്കോയാണ്. ഡ്യൂറാലുമിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിമാനങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ നിർമ്മിക്കാനായിട്ട്. അതായത് എന്താണ്? ഭാരം കുറഞ്ഞ ലോഹസങ്കരമാണ്. ഇതിന്റെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് അലൂമിനിയം ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ബെൽമെറ്റൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബെല്ലടിക്കാനായിട്ട് ക്ഷേത്രമണികളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? ഈ പറയുന്ന ബെൽമെറ്റൽ ആണ്. അതായത് ബെൽമെറ്റലിൽ എന്തൊക്കെയാണ്? കോപ്പർ ഉണ്ട്, ടിന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് ബെൽമെറ്റലിലുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. രാജാ രവിവർമ്മയെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താൻ. ഓക്കെ, രാജാ രവിവർമ്മയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാശ്ചാത്യ ചിത്രകലാ ശൈലിയിൽ നിപുണൻ. പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള. കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു. ഓക്കെ, ഇവിടെ 1, 2, 3 എന്താണ്? ശരിയാണ്. 1848 ഏപ്രിൽ 29 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. എവിടെ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ കൊട്ടാരത്തിലാണ്. ഓക്കെ, അതേപോലെ തന്നെ പുരാണങ്ങളെയും പാശ്ചാത്യ ചിത്രകളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം എന്ത് ചെയ്യുന്നതാണ്? ഭയങ്കര പ്രഗത്ഭനായിരുന്നു അല്ലെ? അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ് എന്ത്? ശകുന്തള പത്രലേഖനമുണ്ട്. പിന്നെ ഏതാണ്? ഹംസദമയന്തി, സീതാ സ്വയംവരം, ജടായുവധം. ഇതെല്ലാം രാജാ രവിവർമ്മയുടെ പ്രശസ്തമായ ചിത്രമാണ്. രാജാക്കന്മാർക്കിടയിലെ ചിത്രകാരനെന്നും ചിത്രകാരന്മാർക്കിടയിലെ രാജാവെന്നും അറിയപ്പെടുന്ന ആരാണ്? രാജാ രവിവർമ്മയാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട 2ാമത്തെ മലയാളിയാണ് ആര്? നമ്മുടെ രാജാ രവിവർമ്മ. ആദ്യത്തെ ആളാരാണ്? ശ്രീനാരായണ ഗുരു. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 2ാമത്തെ ആളാണ് രാജാ രവിവർമ്മ. എന്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? സാധാരണ ചോദിക്കാറ് എന്റെ ഗുരുനാഥൻ എന്ന കവിത ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. നമുക്കറിയാം അതാരാണ്? വള്ളത്തോളിൻ്റെതാണ്. വള്ളത്തോൾ നാരായണമേനോൻ മഹാത്മാഗാന്ധിയുടെ തത്വങ്ങളൊക്കെ എഴുതിയിരിക്കുന്നതാണ് എന്റെ ഗുരുനാഥൻ. ഒരു 90s കിഡ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് സ്കൂളുകളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു എന്റെ ഗുരുനാഥൻ അല്ലെ? അതില് ഈ പറയുന്ന സാഹിത്യമഞ്ജരിയില് അദ്ദേഹത്തിന്റെ 4ാം ഭാഗത്തിലാണ് എന്ത് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ആ ഒരു സംഗ്രഹം വരുന്നത്. ഓക്കെ, അതായത് വള്ളത്തോളിലെ കുറെ ലഘു കവിതകളെല്ലാം കൂടിയാണ് ഈ സാഹിത്യമഞ്ജരി സമാഹാരം എന്ന് പറയുന്നത്. അതിൽ 11 ഭാഗങ്ങളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 4ാം ഭാഗത്തിലാണ് എന്റെ ഗുരുനാഥൻ മഹാത്മാഗാന്ധിയെ പ്രകീർത്തിച്ച് പറയുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. ക്ലാസിക് പ്രസ്ഥാനത്തിന്റെ റൊമാന്റിക് കാവ്യമെന്നും റൊമാന്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് നളചരിതം ആട്ടക്കഥയാണ്. നളചരിതം ആട്ടക്കഥ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
2025 ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഫൈനലിൽ ന്യൂസിലൻഡിനെ എതിരെ ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് 3ാം കിരീടം. രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുത്തു. നമുക്ക് തെറ്റായതാണ് വേണ്ടത്. ഇവിടെ നമുക്ക് തെറ്റെന്ന് പറയുന്നത് ഏതാണ്? 3 മാത്രമാണ് തെറ്റ്. രോഹിത് ശർമ്മയെ ടൂർണമെന്റിലെ താരമായി തിരഞ്ഞെടുത്തു. ഇത് മാത്രമാണ് എന്ത് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 2025 ICC ടൂർണമെന്റിൽ ആരായിരുന്നു താരം? ആരായിരുന്നു? അതല്ലേ നമുക്കിവിടെ തെറ്റ് വരുന്നത്. അത് രജിൻ രവീന്ദ്രയാണ്. ഓക്കെ, ആരാണ്? രോഹിത് ശർമ്മയല്ല, രജിൻ രവീന്ദ്ര. ഓക്കെ, അദ്ദേഹം ഏതാണ്? ന്യൂസിലൻഡ് താരമായിരുന്നു. ന്യൂസിലാൻഡ് താരമായ രജിൻ രവീന്ദ്രയെയാണ് എന്ത് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത്. ഓക്കെ, ഇനി ഇതിന്റെ വേദി എവിടെയായിരുന്നു? പാകിസ്ഥാനിലും ഉണ്ടായിരുന്നു, അതേപോലെ UAE-യിലും ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. ഇതിൽ ആരായിരുന്നു വിജയിച്ചത്? ഫൈനൽ ന്യൂസിലാൻഡിനെതിരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയമുണ്ട്. ഓക്കെ, കണ്ടോ? ഇന്ത്യക്ക് 4 വിക്കറ്റ് ജയമുണ്ടായിരുന്നു. അപ്പൊ ആരാണ്? ഇന്ത്യയാണ് കിരീടം നേടിയത്. ഓക്കെ ആണല്ലോ. ഈ രോഹിത് ശർമ്മയായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു? പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു രോഹിത് ശർമ്മ കേട്ടോ. പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു രോഹിത് ശർമ്മ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻ മക്ലെയിനും നിക്കോൾ അയേഴ്സിനുമൊപ്പമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്ന് ഫ്ലോറിഡ തീരക്കടലിൽ ഇറങ്ങിയത്. ഒരു യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് സ്പേസ് എക്സ്. 286 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തുന്നത്. ഇവിടെ ഏതാണ്? 3 മാത്രമാണ് ശരി. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് തെറ്റ്? ആദ്യം അറിയേണ്ടത് യൂറോപ്യൻ സ്പേസ് ഏജൻസി ആണോ സ്പേസ് എക്സ് എന്ന് പറയുന്നത്? അല്ല, ഇലോൺ മസ്കിന്റെ ഏതാണ്? സ്പേസ് എക്സ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയാണ്. ഓക്കെ ആണല്ലോ. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. അതായത് അവരുടെ ഏതാണ്? ഡ്രാഗൺ എന്ന് പറയുന്ന പേടകത്തിലാണ് അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നത്. പിന്നെന്താണ്? അതായത് ഏകദേശം 286 ദിവസം അവിടെ ചെലവഴിച്ചതിന് ശേഷം അവരെങ്ങനെയാണ്, ആരൊക്കെ തമ്മിലാണ് തിരിച്ചു വരുന്നത്? നിക് ഹേഗ്, ആരാണ്? നിക് ഹേഗുമുണ്ട്, അതേപോലെ തന്നെ ഗോർബുനോവ്, അലക്സാണ്ടർ ഗോർബുനോവ്, എന്നിവർക്കൊപ്പമാണ് അവർ എന്ത് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് എന്തായത്? തെറ്റായത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ അല്ല, അമേരിക്കൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 50 ക്വസ്റ്റ്യൻസ് ആണ് ആയിരിക്കുന്നത്. ഇനി എന്താണ്? 50 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ 30 ക്വസ്റ്റ്യൻ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനിയുള്ള ഒരു 20 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറഞ്ഞു തരാൻ അറിയില്ല, ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് മതി എങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ജനറൽ ആയിട്ട് വരുന്നുള്ള 80 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ 80 ടോപ്പിക്കും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.